Hi students, Annual IT Exam 2022 Standard 8ലെ കാൽക്ക് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. A table containing the list of top 4 players who secured higher number of goals in FIFA World Cup 2022 is given in the file goals.ots in the folder Exam Documents 8 in Home. Open this file in LibreOffice Calc and create a column graph displaying the goals scored by the players. Give the title FIFA World Cup 2022 goals to the column graph. Insert the chart by selecting the player and goal scored columns in the table by holding the control key on the keyboard. Save the file in the folder exam 8 in home with your register number underscore question number as file name. മലയാളത്തിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ ലോകകപ്പ് 2022 ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ആദ്യ 4 സ്ഥാനങ്ങളിലെ കളിക്കാരുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് 8ൽ goals.ots എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ തുറന്നിട്ട് ഒരു കോളം ഗ്രാഫ് തയ്യാറാക്കുന്നതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ എക്സാം ഡോക്യുമെന്റ്സ് 8 ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് പ്ലേസസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഹോം ഓപ്പൺ ചെയ്താലും മതി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ ഹോം ഓപ്പൺ ചെയ്തു, എക്സാം ഡോക്യുമെന്റ്സ് 8 ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയൽ goals.ots എന്നാണ്. അപ്പോൾ ഗോൾസ് എന്നുള്ള ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കോളം ഗ്രാഫ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഈ ഫയൽ ലിബ്രെ ഓഫീസ് കാൽക്കിൽ തുറന്ന് കളിക്കാർക്ക് ലഭിച്ച ഗോളുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു കോളം ഗ്രാഫ് തയ്യാറാക്കുക. കോളം ഗ്രാഫിന് ഫിഫ വേൾഡ് കപ്പ് 2022 ഗോൾസ് എന്ന് തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ അതിനെങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്ലെയർ, ഗോൾ സ്കോർഡ് എന്നീ കോളങ്ങൾ കൺട്രോൾ കീ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്തിട്ടാണ് ചാർട്ട് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ട് പ്ലെയർ എന്നുള്ള ഈ ഒരു കോളവും ഗോൾ സ്കോർഡ് എന്നുള്ള ഈ ഒരു കോളവുമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോളം ഒഴിവാക്കിയിട്ട് ഈ 2 കോളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഗോൾ സ്കോർഡ് എന്നുള്ളത് കോളം കൂടി ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 കോളവും സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്തത് പ്ലെയർ എന്നുള്ള കോളം സാധാരണത്തെ പോലെ സെലക്ട് ചെയ്തു. അതിനുശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ഗോൾ സ്കോർഡ് എന്നുള്ള ഈ ഒരു കോളം കൂടി സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് 2 ഓപ്ഷനിലൂടെ ചാർട്ട് എടുക്കാം. ഒന്ന് ഇവിടെ ഇതാണ്ട് അതിൻ്റെ ചാർട്ടിൻ്റെ ഐക്കൺ കാണാം, ഇൻസേർട്ട് ചാർട്ട്, ഇല്ലെങ്കിൽ ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു മെനുവിൽ പോയിട്ട് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഡിഫോൾട്ടായിട്ട് കാണിക്കുന്നത് കോളം ചാർട്ടാണ്. നമ്മളോട് പൈ ഡയഗ്രാം ചെയ്യാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണെങ്കിൽ നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക, പൈ എന്നുള്ള ഡയഗ്രാം എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോളം ഗ്രാഫാണ്, അത് സെലക്ട് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, കോളം ഗ്രാഫ് അതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് കൊടുക്കേണ്ട ടൈറ്റിലാണ് ഫിഫ വേൾഡ് കപ്പ് 2022 ഗോൾസ് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഏതാ വേണ്ടത്, നമുക്ക് ഏത് വേണ്ടത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഡിഫോൾട്ട് ടൈറ്റിൽ തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഏതാണ് റേഞ്ച് എന്നുള്ളത് ഇവിടെ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, പ്ലെയറും ഗോൾ സ്കോർഡ് എന്നുള്ളത്. അതിന് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഈ ഒരു ഇതിലും നമ്മളൊരു ചേഞ്ചസും വരുത്തുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ 4th സ്റ്റെപ്പിൽ നമ്മളോട് ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റിൽ എന്നുള്ളിടത്ത് നമ്മളിവിടെ തന്നിരിക്കുന്ന ടൈറ്റിൽ കൊടുക്കുക. ഫിഫ വേൾഡ് കപ്പ് 2022 എന്നുള്ളത് ഇവിടെ അതേപോലെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ഗോൾസ് എന്നാണ് തന്നിരിക്കുന്നത്, അത് കൊടുത്തു. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് 2022 ഗോൾസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന് തന്നത്, അതേ ടൈറ്റിൽ കൊടുത്തു. ഇനി നമ്മളിവിടെ ഫിനിഷ് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇതാ ഫിഫ വേൾഡ് കപ്പ് 2000 ഗോൾസ് എന്നുള്ളതിൽ പ്ലെയറിൻ്റെ നെയിമും ഗോൾസ് എത്രയാണ് സ്കോർ ചെയ്തതെന്നുള്ള മാത്രം ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു കോളം ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതാക്കണമെങ്കിലൊക്കെ ഇവിടെ ഇതിൽ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ചെറുതാക്കുകയും അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു ഐക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യിക്കേണ്ടത് അങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ഒരു ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ ഹോം എടുത്തു,
എക്സാം 8 എന്നുള്ള ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇപ്പോൾ 8th സിയിലെ ഒരു കുട്ടിയാണെങ്കിൽ 8th സി റോൾ നമ്പർ 13 ആണ്, അത് കൊടുത്തു. _ ക്വസ്റ്റ്യൻ നമ്പർ ഗ്രൂപ്പ് നമ്പർ 1ലെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 കൊടുത്തു. സേവ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫയൽ സേവ് ചെയ്യേണ്ടത്. അതിനുശേഷം മിനിമൈസ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടേബിൾ കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൈസ് മണി awarded to the teams participated in the FIFA World Cup 2022 according to their position in their competition is provided in the file prices.ots in the folder exam documents 18 home. Prepare a pie diagram showing the prize money for each position using LibreOffice Calc. Give the title FIFA World Cup 2022 to the pie diagram. Insert the chart by selecting the place and total columns in the table holding the control key on the keyboard. Save the file in the folder exam 8 in home with your register number _ question number as file name. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ ലോകകപ്പ് 2022 പങ്കെടുത്ത ടീമുകൾക്ക് മത്സരത്തിൽ അവരുടെ സ്ഥാനത്തിനനുസരിച്ച് ലഭിക്കുന്ന സമ്മാന തുകയെ സംബന്ധിക്കുന്ന ഒരു പട്ടിക ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് 8ൽ prices.ots എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. LibreOffice Calc ഉപയോഗിച്ച് ഓരോ സ്ഥാനത്തിനും ലഭിക്കുന്ന സമ്മാനത്തുക പ്രദർശിപ്പിക്കുന്ന ഒരു പൈ ഡയഗ്രാം തയ്യാറാക്കുക. പൈ ഡയഗ്രത്തിന് ഫിഫ വേൾഡ് കപ്പ് 2022 എന്ന് തലക്കെട്ട് നൽകുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്ലേസസ് ഓപ്പൺ ചെയ്തു, ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സ് 8 ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയല് prices.ots എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ അകത്തുള്ള ഈ ഡാറ്റാസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 2 കോളാണ്. ഒന്ന് പ്ലേസും പിന്നെ ടോട്ടലുമാണ്. അപ്പോൾ ഈ 2 കോളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേസ് എന്നുള്ള കോളം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇനി കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ടോട്ടൽ എന്നുള്ള കോളം കൂടി സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഈ 2 കോളവും നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു പൈ ഡയഗ്രാം ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇൻസേർട്ട് ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പൈ ഡയഗ്രാമാണ് വേണ്ടത്. അപ്പോൾ പൈ എന്നുള്ള അത് ചാർട്ട് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പൈ മോഡൽ തന്നിട്ടുണ്ട്. ഏതെങ്കിലും മാറ്റണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പം ഡിഫോൾട്ട് ആയിട്ടുള്ള സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, കാരണം നമ്മളോട് ഇവിടെ ഓൾറെഡി ഡാറ്റ സീരീസ് സെലക്ട് ചെയ്തിരുന്നു. പ്ലേസും അതേപോലെ തന്നെ ടോട്ടലും മതി എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തണ്ട. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ടൈറ്റിൽ എന്നുള്ളിടത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈറ്റിൽ ഫിഫ വേൾഡ് കപ്പ് 2022 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യാം. ഫിഫ വേൾഡ് കപ്പ് 2022 എന്ന് ടൈപ്പ് ചെയ്യാം. ഇത്രയും ചെയ്തു ഫിനിഷ് എന്ന് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലുള്ള ഒരു പൈ ഡയഗ്രാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈസൊക്കെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. എവിടേക്കാണ് കൊണ്ടുവെക്കേണ്ടത് അവിടേക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ സേവ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി ഹോമിൽ എക്സാം 8 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നു. ഹോമിൽ എക്സാം 8 എടുത്തിട്ട് അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അപ്പം 8D ഒരു കുട്ടിയാണെങ്കിൽ 8D 34 ആണ് രജിസ്റ്റർ നമ്പർ എങ്കിൽ അത് കൊടുത്തു. _ ക്വസ്റ്റ്യൻ നമ്പർ ഗ്രൂപ്പ് നമ്പർ 1ലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 1 കൊടുക്കുക. സേവ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.